തിളങ്ങണതിന്റെ കണ്ണ് കിടന്നിട്ട് സ്പ്രെയർ എന്തെങ്കിലും ഒരു ബോട്ടിലിട്ട് എടുക്കണം. കുറച്ചൊഴിച്ചാൽ മതി നമുക്കിത്. അയ്യോ ഗൈസ്, ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ വീട്ടിൽ ബാത്റൂമിൽ എവിടെയെങ്കിലും ഒരു എട്ടുകാലിനെ കണ്ടാൽ അങ്ങനെ കൊല്ലാന്ന് ഞാൻ കാണിച്ചു തരാം. നമ്മളെ സിമ്പിളായിട്ട് അങ്ങനെ കൊല്ലാം. നിങ്ങൾക്ക് പേടിയുള്ളവരാണെങ്കിൽ ഏറ്റവും സിംപ്ലസ്റ്റ് വേ ആണ് ഞാൻ കാണിച്ചു തരാം കേട്ടോ ഗൈസ്. എനിക്ക് എട്ടുകാലി എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര പേടിയുള്ള സാധനമാണ് ഗൈസ്. കണ്ടോ തിളങ്ങണതിന്റെ കണ്ണ് കിടന്നിട്ട്. ഗൈസ്, ഫസ്റ്റ് നമ്മൾ ഇതുപോലത്തെ സ്പ്രേ ചെയ്യാൻ പറ്റിയ സ്പ്രെയർ എന്തെങ്കിലും ഒരു ബോട്ടിലിട്ട് എടുക്കണം. എന്നിട്ട് പാത്രം കഴുകുന്ന വിമ്മോ പ്രില്ലോ സോപ്പ് പൊടിയോ എന്തെങ്കിലും ഇട്ട് കലക്കിയിട്ട് കുറച്ച് വെള്ളം നിറക്കണം ഗൈസ്. ഞാൻ കാണിച്ചു തരാം എങ്ങനെ ചെയ്യണമെന്ന്. ഗൈസ്, വിമ്മ് എടുത്തിട്ട് കുറച്ചൊഴിച്ചാൽ മതി. നമുക്കിതൊന്ന് സോപ്പ് ചെയ്ത് കിട്ടാൻ ഈ ലിക്വിഡ്. കുറച്ച് വിമ്മ്, ഇത്രയും വിമ്മ് ഒഴിച്ചാൽ മതി. എന്നിട്ട് നമ്മൾ കുറച്ച് വെള്ളം ഇതിനകത്തൊക്കെ ആഡ് ചെയ്യണം ഗൈസ്. ഗൈസ്, ഇത്രയും വെള്ളം ആഡ് ചെയ്ത ശേഷം ചെറുതായിട്ടൊന്ന് കുലുക്കി കൊടുക്കുക. ഈ ലീക്കാവുണ്ട് ഗൈസ്. ഇത് കുറച്ചൊന്ന് കുലുക്കി കൊടുക്കുക ഗൈസ്. എന്നിട്ട് നമുക്ക് നേരെ ബാത്റൂമിലേക്ക് പോകാം. നമ്മുടെ ഗണ്ണ് റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇങ്ങനെ ഫയർ ചെയ്ത് കൊല്ലാം. പക്ഷെ എനിക്ക് അകത്ത് കയറാൻ പേടിയാണ് ഗൈസ്. അയ്യോ, അത് ഞാൻ റെഡി ആക്കട്ടെ ഗൈസ്. ഓക്കെ ഗൈസ്, റെഡി ആയിട്ടുണ്ട് ഫയറിങ്. എട്ടുകാലി കണ്ടോ അവിടെ ഇരിക്കണം, കണ്ടോ ഗൈസ്. അയ്യോ അയ്യോ. ഓക്കെ ഗൈസ്, നമുക്ക് മുകളിൽ കിട്ടിയിട്ടുണ്ട്. ഇതിനെ നിർത്താണ്ട് ഫയർ ചെയ്യണം ഗൈസ്. അയ്യോ വലിയിട്ടുണ്ട്. ഓക്കെ ഗൈസ്, നമുക്ക് കിട്ടിയിട്ടുണ്ട്. നിർത്താണ്ട് ഫയർ ചെയ്യണം അതിനെ. ഓക്കെ ഗൈസ്, അത് സോപ്പി. അയ്യോ, അതിന് ചുറ്റിനും നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കണം. ഈ കൈവേന എടുക്കണം ഗൈസ് സ്പ്രേ ചെയ്ത്. ഓക്കെ ഗൈസ്, അത് സോപ്പ്. ഇതെന്താ എനിക്ക് ഇതിൻ്റെ കെമിക്കൽ റിയാക്ഷനോ അല്ലെങ്കിൽ എന്താ ഈ പ്രോസസ്സൊന്നോ എന്താണെന്ന് എനിക്കറിയില്ല ഗൈസ്. എനിക്ക് പേടിക്കണ്ട ഗൈസ്, അത് ഫുള്ള് സോപ്പിൽ കുതിർന്നിട്ടുണ്ട്. ഓക്കെ ഗൈസ്, ഇനി നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഇനിയിപ്പോൾ അത് ഫുള്ള് സോപ്പിൽ കിടന്ന് പെരട്ടിയാലും ഫുള്ള് മേത്ത് സോപ്പായിട്ടുണ്ട്. ഇനി എന്താണെന്ന് വെച്ചാൽ നമ്മൾ പേടിക്കേണ്ട ആവശ്യമില്ല. അതിനൊന്നും ചെയ്യാൻ പറ്റില്ല. ഇതിൻ്റെ ഈ ലിക്വിഡിൻ്റെ മണം അടിച്ചിട്ടാണോ ഇത് മേത്തായിട്ടാണോ എന്താണെന്ന് വെച്ചാൽ അത് കുറച്ച് നേരം കഴിയുമ്പോൾ അത് എന്താ ബോധം കെടും, എന്തൊരു അവസ്ഥയിൽ എത്തും അത്. നമ്മൾ മേക്ക് ഷുവർ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ മേത്ത് എല്ലായിടത്തും ആയിട്ടാണോ നോക്കണം. ഇനി കുറച്ച് നേരം അങ്ങനെ വെക്കാം ഗൈസ്. ഏകദേശം 5 മിനിറ്റ് നോക്കിയപ്പോൾ ഒരു അനക്കില്ല ഗൈസ്. നമുക്ക് ഇനി ഡ്രൈനേജിലേക്ക് ഒഴുക്കി കളയാം ഗൈസ്. കണ്ടോ ഗൈസ്, വെള്ളം ഒഴിച്ചിട്ട് അതിന് അനക്കില്ല. എന്താ എങ്ങനെ ചാവണമെന്ന് അറിയില്ല ഇത്രയും പെട്ടെന്ന്. ഗൈസ്, ഞാൻ രാത്രി ബാത്റൂമിൽ വന്നപ്പോൾ എനിക്ക് ബോണസ് ആയിട്ടിട്ട് എട്ടുകാലി ഉണ്ട് ഗൈസ്. ഇത് വാതിലോട്ടിരിക്കണ്ടായിരുന്നു. പിന്നെയും ഇത് വെച്ച് പിടിച്ചാണ് ഞാൻ ഗൈസ്. അവിടെ അടിച്ച് വീഴ്ത്തി. പുള്ളിക്കാരൻ സോക്ഡ് ആയതിൽ ജീവനുണ്ട്. പക്ഷെ എന്താ പറ്റണമെന്ന് അറിഞ്ഞത് വീഴും. ആകെ തളർന്ന് ബോധവശയം വന്നിട്ട് നമ്മൾ മറിഞ്ഞു കെട്ടി വീഴും. ഞാനാണെങ്കിൽ ഇത്ര അടുത്തൊക്കെ ഇട്ടിട്ട് ആദ്യമായിട്ട് എനിക്ക് പോകണം ഗൈസ്. എനിക്ക് അത്രക്കും പേടിയാ. ഇനി നമുക്ക് ഡ്രെയിനേജിലേക്ക് വെള്ളം ഒഴിച്ച് കളയാം ഗൈസ്. ഗൈസ്, നിങ്ങളുടെ വീട്ടിലെ എട്ടുകാലിനെ കണ്ടാൽ നിങ്ങൾ ഈ ട്രിക്ക് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. ഇത് ബാത്റൂമിൽ മാത്രം ട്രൈ ചെയ്യാൻ പറ്റും. കാരണം പുറത്തൊക്കെ വന്നതിന് നമ്മൾ സ്പ്രെയറൊക്കെ ഇട്ട് അടിച്ചാൽ മുറി മൊത്തം നാശവും. എനിക്ക് എട്ടുകാലി എന്ന് വെച്ചാൽ ഭയങ്കര പേടിയുള്ള കാര്യമാണ്. ഞാൻ സത്യം പറഞ്ഞാൽ അമ്മേനെ വിളിച്ചിട്ട് വരാറ് സാധാരണ സമയത്ത്. പക്ഷെ ഇത് ഞാൻ കണ്ടുപിടിച്ചതിന് ശേഷം എനിക്കിപ്പോൾ സ്വയം എട്ടുകാലിനെ അടിച്ചിട്ട് കൊല്ല ഇത് വെച്ചാൽ. അല്ലെങ്കിൽ എനിക്ക് ചൂല് വെച്ചൊക്കെ അടിക്കുമ്പോൾ പേടിയാണ് ഗൈസ്, മേത്തേക്ക് ചാടി വരുമെന്ന് പുറത്ത്. അപ്പോൾ ഗൈസ്, എനിക്ക് അമ്മേനെ ഈ ട്രിക്ക് പറഞ്ഞു തന്നത്. നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കാം ഗൈസ്. ഇതുപോലത്തെ ഇൻട്രസ്റ്റിംഗ് വീഡിയോ കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക. അപ്പോൾ ബൈ ഗൈസ്. പിന്നെ വീഡിയോ മറക്കാണ്ട് ലൈക്ക് ചെയ്തേക്കെ. ബൈ ഗൈസ്.